ദൈവനാമത്തിന് മഹത്വം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം മറ്റെല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചതിന് ശേഷമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. മനുഷ്യനേക്കാൾ രൂപഭംഗിയുള്ള എത്രയോ ജീവജാലങ്ങളുണ്ട്, എത്രയോ പക്ഷികളുണ്ട്. എന്നാൽ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി, ഭംഗിക്കതീതമായി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപം ദൈവം മനുഷ്യന് കൊടുത്തു. ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ബാല്യപ്രായത്തിൽ എൻ്റെ രൂപം എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. എന്നാൽ ഞാൻ പിന്നീട് വളർന്നപ്പോൾ, പലതും തിരിച്ചറിഞ്ഞപ്പോൾ, എൻ്റെ മാതാവിനെയും പിതാവിനെയും ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുവാനും സ്നേഹിക്കാനും തുടങ്ങിയപ്പോൾ, അവരുടെ രൂപത്തെ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ രൂപത്തെ ഇഷ്ടപ്പെട്ടു. എനിക്കിപ്പോൾ വളരെ അഭിമാനത്തോടെ പറയാം, മറ്റേത് രൂപത്തെക്കാളും ഞാൻ എൻ്റെ മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ രൂപമാണ് എന്നിലുള്ളത്. നമ്മുടെ മാതാപിതാക്കളിലൂടെ ലഭിച്ച നമുക്ക് ഒരു രൂപം മാത്രമല്ല, ഒരു സ്വഭാവമാണ്. വാത്സല്യ സഹോദരങ്ങളെ, എൻ്റെ പിതാവിൻ്റെ ഒരു സാദൃശ്യം എനിക്കുണ്ട്, പക്ഷേ ആ സ്വഭാവം എന്നിലില്ല എങ്കിൽ എന്താണ് പ്രയോജനം? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഒരു രൂപമല്ല ദൈവം മനുഷ്യന് കൊടുത്തത്, തൻ്റെ സ്വഭാവമാണ്. നമുക്കെങ്ങനെ ആ ദൈവ സ്വഭാവത്തിൽ ജീവിക്കാൻ പറ്റും? മനുഷ്യൻ പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടത് ദൈവിക സ്വഭാവമാണ്. പാപത്തിലൂടെ മനുഷ്യനെ നഷ്ടപ്പെട്ടത്. എന്നാൽ ദൈവം തൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ദൈവരൂപത്തിലിരിക്കെ ദാസ്യരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിനായി ഈ ലോകത്തിലേക്ക് വന്ന കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവൻ ക്രൂശിക്കപ്പെട്ടപ്പോൾ, അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ, അവനിൽ വിശ്വസിക്കുന്ന നമുക്ക് ലഭിക്കുന്നത് ആ നഷ്ടപ്പെട്ട ദൈവിക സ്വരൂപമാണ്. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ ഭാഗ്യം, സ്നേഹം തന്നിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സൗരസ്വരന്മാരെ, നമുക്ക് ആ ദൈവിക സ്വഭാവം, ദൈവിക സ്വരൂപം, ദൈവിക ഭാവം നമുക്ക് നേടിയെടുക്കാം. അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്, അത് ഏറ്റവും വലിയ അവകാശമാണ്, അത് ഏറ്റവും വലിയ അംഗീകാരമാണ്. അതിൽ കവിഞ്ഞു മറ്റൊരു അനുഗ്രഹമില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.